DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസത്തിൽ ബാങ്കിംഗ് മേഖലയിൽ ഉപയോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളും നിയമങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഒന്നാമത്തെ അറിയിപ്പ്, പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലുമെല്ലാം ലോണിനായി അപേക്ഷിക്കുമ്പോൾ ആദ്യമായി നോക്കുന്നത് അപേക്ഷകൻ്റെ ക്രെഡിറ്റ് സ്കോറാണ്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ അഥവാ വായ്പാ വിവരങ്ങൾ പുതുക്കുന്നതിന് ജൂലൈ 1 മുതൽ വേഗം കൂടും. 2024 വരെ മാസത്തിലൊരിക്കൽ മാത്രമാണ് ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ വായ്പാ വിവരങ്ങൾ സിബിൽ പോലെയുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുമായി പങ്കുവച്ചിരുന്നത്. ഇത് 2025 ജനുവരി 1 മുതൽ 2 ആഴ്ചയായി സമയപരിധി നിശ്ചയിക്കപ്പെട്ടിരുന്നു. ജൂലൈ 1 തീയതി മുതൽ മാസത്തിൽ 4 തവണ ഈ പങ്കുവയ്ക്കൽ നടക്കണമെന്നാണ് RBIയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ വായ്പാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിബിൽ പോലെയുള്ള ക്രെഡിറ്റ് സ്കോറുകൾ നിർണ്ണയിക്കുന്നത്. ഫലത്തിൽ സിബിൽ പോലെയുള്ള ക്രെഡിറ്റ് സ്കോറുകൾ ഒരു മാസം 4 തവണ പരിഷ്കരിക്കപ്പെടും. അതായത് ഒരു വായ്പ അടച്ചു തീർന്നാൽ അത് ക്രെഡിറ്റ് സ്കോറിൽ പ്രതിഫലിക്കാൻ ഇനി ഏകദേശം ഒരാഴ്ച മതിയാകും. തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാലും അപ്ഡേഷൻ വേഗത്തിൽ നടക്കും. വായ്പകൾ അനുവദിക്കുന്നതിന് ക്രെഡിറ്റ് സ്കോറിനെ ആശ്രയിക്കുന്നത് വൻതോതിൽ കൂടിയ സാഹചര്യത്തിലാണ് RBIയുടെ തീരുമാനം. വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് വായ്പ എടുക്കുവാനായി വരുന്നയാളെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരം ലഭിക്കുവാനും തീരുമാനം സഹായിക്കും. ഓരോ മാസവും 9, 16, 23 മാസത്തിൻ്റെ അവസാന ദിവസം എന്നീ 4 തീയതികൾ അടിസ്ഥാനമാക്കിയ വായ്പാ വിവരങ്ങളാണ് സിബിൽ പോലെയുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുമായി ബാങ്കുകൾ പങ്കുവയ്ക്കേണ്ടത്. ഇതിൽ ഓരോ തീയതിയും കഴിഞ്ഞ് 4 ദിവസത്തിനുള്ളിൽ വിവരം കൈമാറിയിരിക്കണം. പൂർണ്ണതോതിലുള്ള ക്രെഡിറ്റ് വിവരങ്ങൾ ഓരോ മാസവും 5-ാം തീയതിയും കൈമാറണം. കൃത്യമായ ഇടവേളകളിൽ വിവരം നൽകാത്ത ധനകാര്യ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ ദക്ഷ് എന്ന പോർട്ടലിൽ 6 മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് ചെയ്യണം. ബാങ്കുകൾ വായ്പ എടുത്തവരുടെ CKYC നമ്പർ കൂടി ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾക്ക് നൽകണമെന്നും റിസർവ് ബാങ്കിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ അറിയിപ്പ് ആശ്വാസ് 2026 പദ്ധതിയെക്കുറിച്ചാണ്. സഹകരണ ബാങ്കുകളിൽ നിന്നും സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്കായി സർക്കാർ നടപ്പിലാക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണിത്. പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഓഗസ്റ്റ് 31 വരെ ഈ അവസരം പ്രയോജനപ്പെടുത്താം. സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലും വായ്പാ കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ അറിയിപ്പ്, ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും മുതിർന്ന പൗരന്മാരെയും സാധാരണക്കാരെയും എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾക്കുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ്. 2027 ജനുവരി 1 മുതൽ ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് നഷ്ടമായ തുകയുടെ 85% അല്ലെങ്കിൽ 25,000 രൂപ നഷ്ടപരിഹാരമായി നൽകുവാൻ RBI തീരുമാനിച്ചു. തട്ടിപ്പ് നടന്നാൽ 5 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത അറിയിപ്പ് RBI ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ടതാണ്. ബാങ്കിംഗ് പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഈ സംവിധാനത്തിൻ്റെ അധികാരപരിധി ജൂലൈ 1 മുതൽ വർദ്ധിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക 20 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷം രൂപയായും മാനസിക ക്ലേശത്തിനുള്ള നഷ്ടപരിഹാരം 1 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം രൂപയുമായും ഉയർത്തിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ് വായ്പാ തിരിച്ചടവും റിക്കവറി നടപടികളും സംബന്ധിച്ചാണ്. ജൂലൈ 1, 2026 മുതൽ വായ്പ എടുത്തവർക്ക് ആശ്വാസം നൽകുന്ന പുതിയ റിക്കവറി മാർഗനിർദ്ദേശങ്ങൾ RBI നടപ്പിലാക്കി. ബാങ്ക് പ്രതിനിധികൾക്കോ റിക്കവറി ഏജന്റുമാർക്കോ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമേ ഉപഭോക്താക്കളെ ബന്ധപ്പെടാൻ അനുവാദമുള്ളൂ. വായ്പ പിരിക്കാൻ വരുന്നവർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം. ബാങ്ക് ഏജന്റാണെന്ന് അവകാശപ്പെടുന്നവർ കൃത്യമായ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം. ബാങ്ക് നൽകിയ ഔദ്യോഗിക വിവരങ്ങൾ കൂടാതെ അവർക്ക് നിങ്ങളെ സമീപിക്കാൻ കഴിയില്ല. വായ്പാ തിരിച്ചടവ് നടപടികളിൽ ഏജന്റുമാർ മോശമായി പെരുമാറിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ബാങ്കിനോ ധനകാര്യ സ്ഥാപനത്തിനോ ആയിരിക്കുമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ബാങ്ക് ഉൽപ്പന്നങ്ങൾ തെറ്റായ രീതിയിൽ വിൽക്കുന്നത് തടയൽ. ബാങ്കുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകി ഉപഭോക്താക്കളെ കൊണ്ട് എടുപ്പിക്കുന്നത് തടയാൻ പുതിയ ചട്ടങ്ങൾ ജൂലൈ 1 മുതൽ നിലവിൽ വന്നു. ഇതിൽ ഉൾപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരവും പണം പൂർണ്ണമായി തിരികെ ലഭിക്കാനും അർഹതയുണ്ട്. അടുത്തത് ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങളിലെ മാറ്റത്തെക്കുറിച്ചാണ്. ജൂലൈ 1 മുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് സൗജന്യ എയർപോർട്ട് ലോഞ്ച് സേവനം ലഭിക്കണമെങ്കിൽ തൊട്ടുമുൻപുള്ള ക്വാർട്ടറിൽ കുറഞ്ഞത് 60,000 രൂപയെങ്കിലും ചെലവഴിച്ചിരിക്കണം. മറ്റൊരറിയിപ്പ്, 2025-26 സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31, 2026 ആണ്. പിഴ ഒഴിവാക്കാൻ ഇതിനകം തന്നെ റിട്ടേൺ സമർപ്പിക്കണം. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 8 വർഷം കഴിയുമ്പോഴോ 10 വർഷം കഴിയുമ്പോഴോ ഒക്കെ ബാങ്കിൽ KYC പുതുക്കേണ്ടതുണ്ട്. ഇക്കാര്യം ബാങ്ക് നിങ്ങളെ മെസ്സേജുകൾ മുഖേന അറിയിക്കും. KYC പുതുക്കിയില്ലെങ്കിൽ അക്കൗണ്ട് മരവിപ്പിക്കപ്പെടുന്നതാണ്. KYC പുതുക്കാൻ ബാങ്കിൽ നിന്ന് നിർദ്ദേശം ലഭിച്ച ബാങ്ക് അക്കൗണ്ട് ഉടമകൾ തങ്ങളുടെ KYC നടപടികൾ പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തുക. PM കിസാൻ സമ്മാൻ നിധി, തൊഴിലുറപ്പ് വേതനം, കേന്ദ്ര പെൻഷൻ തുടങ്ങിയവ ലഭിക്കുന്നതിനായി ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. പുതിയ നിബന്ധനകൾ വന്നിരിക്കുകയാണ്. ട്രഷറിയിൽ ചെക്ക് സമർപ്പിക്കുമ്പോൾ പേ ടു എന്ന സ്ഥാനത്ത് സെൽഫ് എന്നോ സ്വന്തം പേരോ എഴുതുകയും ഇരുവശങ്ങളിലും ഒപ്പ് രേഖപ്പെടുത്തുകയും വേണമെന്നതടക്കം പുതിയ നിർദ്ദേശങ്ങൾ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെക്ക് മാറാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയാൽ പേ ടു എന്ന ഭാഗത്ത് എത്തുന്ന വ്യക്തിയുടെ പേരെഴുതണം.
ചെക്കുമായി എത്തുന്ന വ്യക്തിയും സാക്ഷ്യപ്പെടുത്തിയ അക്കൗണ്ട് ഉടമയും ചെക്കിന്റെ പിന്നിൽ ഒപ്പിടണം. ചെക്കുമായി എത്തുന്ന ആൾ ട്രഷറി ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ വീണ്ടും ഒപ്പിടണം. 2 ഒപ്പുകളും പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമേ തുക നൽകൂ. ചെക്ക് മാറാൻ എത്തുന്നയാൾ ആവശ്യമെങ്കിൽ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.